മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തി പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ 2025 ജൂൺ 18 വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച സമ്മേളനത്തിന്റെ അവസരത്തിലാണ് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്നുവരുന്ന സംഘർഷങ്ങളെയും യുദ്ധങ്ങളെയും കുറിച്ച് മാർപ്പാപ്പ അപലപിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 12 പിയൂസ് മാർപ്പാപ്പ പറഞ്ഞ സമാധാനം കൊണ്ട് നമുക്കൊന്നും നഷ്ടമാകുന്നില്ല, എന്നാൽ യുദ്ധം കൊണ്ട് നമുക്കെല്ലാം നഷ്ടമായേക്കാം എന്ന വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് യുദ്ധമെന്ന തിന്മയ്ക്കെതിരെ മനുഷ്യ മനസാക്ഷിയെ ഉദ്ബോധിപ്പിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരുന്ന സായുധ സംഘർഷങ്ങളും യുദ്ധങ്ങളും സഭയുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നുണ്ടെന്നും യുദ്ധങ്ങളെ സാധാരണ സംഭവങ്ങളായി കണക്കാക്കുന്ന മനസ്ഥിതി അവസാനിക്കണമെന്നും പരിശുദ്ധ പിതാവ് അറിയിച്ചു. ശക്തവും സങ്കീർണവുമായ ആയുധങ്ങളോടുള്ള ആകർഷണത്തിൽ പെടരുതെന്ന് ഓർമ്മിപ്പിച്ച മാർപ്പാപ്പ അത്തരം പ്രലോഭനങ്ങളെ തള്ളിക്കളയാൻ നമുക്കാകണമെന്ന് ആഹ്വാനം ചെയ്തു. സ്ഥാനാരോഹണ ശുശ്രൂഷ നടത്തപ്പെടും. മാവേലിക്കര ഭദ്രാസന നിയുക്ത മെത്രാൻ അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപ്പോലിത്തായുടെ സ്ഥാനാരോഹണ ശുശ്രൂഷ ജൂൺ 29 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് മാവേലിക്കര പുന്നമൂട് സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെടുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും സഭയിലെ മറ്റു പിതാക്കന്മാരുടെയും വൈദികരുടെയും സഹകാർമ്മികത്വത്തിലും ശുശ്രൂഷകൾ നടത്തപ്പെടും. ബാറിത്തോ കാസീറോ ഡോക്ടർ ഷിബു സക്രിയയ്ക്ക്. ഡോക്ടർ ഷിബു സക്രിയ വിവിധ മേഖലകളിലുള്ള നിസ്വാർത്ഥ സേവനത്തിനും സഭാ നേതൃത്വത്തിനും അംഗീകാരമായി ബാറിത്തോ കാസീറോ എന്ന പദവിക്ക് അർഹനായി. UAE മലങ്കര കാത്തലിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജൂൺ 6 ജബലലിയിൽ വെച്ച് ആദരിച്ചു. UAE കോർഡിനേറ്റർ ഫാദർ ജോൺ തുണ്ടിയത്ത് കോറപ്പിസ്കോപ്പ മെമന്റോ നൽകുകയും ഫാദർ ജോൺസൺ പുതുപ്പറമ്പിൽ പൊന്നാട അണിയിക്കുകയും ചെയ്തു. നിലവിൽ UAEയുടെ മലങ്കര കൗൺസിലർ എക്സിക്യൂട്ടീവ് മെമ്പറായി പ്രവർത്തിക്കുന്നു. 35 വർഷത്തിലേറെയായി UAEയിൽ താമസിക്കുന്ന ഡോക്ടർ ഷിബു സക്രിയ ഷാർജ മലങ്കര കത്തോലിക്ക സമൂഹ അംഗമാണ്. UK യൂറോപ്പ് അപ്പസ്തോലിക് വിസിറ്റേറ്റർ അഭിവന്യ യൂഹാനാൻ മോർ തേഡോഷ്യസ് മെത്രാപ്പോലിത്തായ്ക്ക് സ്വീകരണം നൽകി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ UK യൂറോപ്പ് അപ്പസ്തോലിക് വിസിറ്റേറ്റർ അഭിവന്യ യൂഹാനാൻ മോർ തേഡോഷ്യസ് മെത്രാപ്പോലിത്തായ്ക്ക് ജൂൺ 14 സെന്റ് ജോൺ ഹെൻറി ന്യൂമാൻ മലങ്കര സുറിയാനി കത്തോലിക്ക മിഷന്റെ നേതൃത്വത്തിൽ കേംബ്രിഡ്ജിലെ സോസൺ വില്ലേജിലെ അവർ ലേഡി ഓഫ് ലൂർദ് ദേവാലയത്തിൽ വെച്ച് സ്വീകരണം നൽകി. പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ കുര്യാക്കോസ് നടത്തിൽ അഭിവന്യ പിതാവിനെ ദേവാലയത്തിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് അഭിവന്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും ഫാദർ കുര്യാക്കോസ് തിരുവാലിൽ, ഫാദർ ജോൺസൺ പേഴുംകോട്ടത്തിൽ OIC എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന് ട്രസ്റ്റി ശ്രീ പ്രദീപ് മാത്യു, സെക്രട്ടറി ശ്രീ സോജി പാപ്പച്ചൻ, നാഷണൽ കൗൺസിൽ അംഗം ശ്രീ അരുൺ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. സ്പെറാൻസ 2K25 സിംബോസിയം സംഘടിപ്പിച്ചു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം സ്പെറാൻസ 2K25 റിലീജിയസ് ആസ് പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് എന്ന പേരിൽ സിംബോസിയം ജൂൺ 14 തിരുവനന്തപുരം കുറവൻകോണം ഇൻഫന്റ് ജീസസ് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. ബദനി സിസ്റ്റേഴ്സിന്റെ സുപ്പീരിയർ ജനറൽ മദർ ഡോക്ടർ ആർദ്ര IC അധ്യക്ഷയായിരുന്ന സമ്മേളനം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കൂരിയ മെത്രാൻ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ആത്മീയ വിദ്യാഭ്യാസ സാമൂഹിക ദൗത്യങ്ങളോടുള്ള ബദനി സിസ്റ്റേഴ്സിന്റെ 1 നൂറ്റാണ്ടിന്റെ പ്രതിബദ്ധതയെ അഭിവന്യ പിതാവ് പ്രശംസിച്ചു. തുടർന്ന് ബദനി നവജീവൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ഡോക്ടർ സിറിൽ ആനന്ദ് OIC സിംബോസിയം മോഡറേറ്റ് ചെയ്തു. സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരി വൈസ് റക്ടർ ഫാദർ ഡോക്ടർ ജോളി കരിമ്പിൽ മതപരമായ ജീവിതത്തിലെ പ്രത്യാശയുടെ ദൈവശാസ്ത്രപരമായ അടിത്തറ എന്ന വിഷയം അവതരിപ്പിച്ചു. പാലായിലെ രാമകൃഷ്ണ മഠത്തിന്റെ മുൻ പ്രസിഡന്റ് സ്വാമി സ്വപ്രഭാനന്ദജി പ്രത്യാശയുടെ കൂട്ടായ തീർത്ഥാടനം എന്ന നിലയിൽ ആത്മീയ യാത്രയെക്കുറിച്ചുള്ള മതാന്തര വീക്ഷണങ്ങൾ പങ്കുവച്ചു. വോയിസ് ഓഫ് നൺസിന്റെ കോർഡിനേറ്റർ സിസ്റ്റർ സോണിയ തെരേസ DSJ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് മതവിശ്വാസികളായ സ്ത്രീകൾ നേരിടുന്ന സമകാലിക വെല്ലുവിളികളെയും അവസരങ്ങളെയും കുറിച്ച് സംസാരിച്ചു. പാസ്റ്ററൽ കൗൺസിലിന്റെ 5ാമത്തെ സമ്മേളനം നടത്തപ്പെട്ടു.
തിരുവല്ല അതിഭദ്രാസനത്തിന്റെ പാസ്റ്ററൽ കൗൺസിലിന്റെ 5ാമത് സമ്മേളനം ജൂൺ 14-ന് തിരുവല്ല ശാന്തിനിലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആധുനിക ലോകത്തെ വെല്ലുവിളികളെ നേരിടുവാനും ശാക്തീകരിക്കുവാനും സഭാ സംവിധാനങ്ങളെ സജ്ജമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിമന്യ പിതാവ് പറഞ്ഞു. തുടർന്ന് പുതുതലമുറയെ ഏതൊക്കെ മാർഗങ്ങളിൽ ശാക്തീകരിക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രൊഫസർ ഡോക്ടർ സാംസ്കറിയ ക്ലാസ് നയിച്ചു. മുഖ്യ വികാരി ജനറൽ ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളിൽ, മറ്റു വൈദികർ, പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ഇൻഫാം കിസാൻ ജെംസ് എക്സലൻസ് അവാർഡ് 2025 മാവേലിക്കര ഭദ്രാസനത്തിന്റെ സാമൂഹിക ക്ഷേമ വിഭാഗമായ ചേതനയിൽ രജിസ്റ്റർ ചെയ്ത ഇൻഫാം കർഷകരുടെ മക്കൾക്ക് SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ 3 കുട്ടികൾക്ക് ജൂൺ 16-ന് മലനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ വെച്ച് ഇൻഫാം കിസാൻ ജെംസ് എക്സലൻസ് അവാർഡ് നൽകി. റീജ നൈനൻ, അജോ അനിൽ, ജോബിൻ ബിനോയ് എന്നിവരാണ് അവാർഡിന് അർഹരായവർ. ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ രക്ഷാധികാരി അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവ്, ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ, ചേതന ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പ്ലാവറക്കുന്നിൽ, മറ്റ് വൈദികർ എന്നിവർ സന്നിഹിതരായിരുന്നു. റബ്ബാനി 2025 പാറശാല ഭദ്രാസനത്തിലെ വിശ്വാസ പരിശീലന കാര്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മതാധ്യാപകർക്കായി ജൂൺ 14-ന് വെങ്ങാനൂർ BPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് റബ്ബാനി 2025 എന്ന പേരിൽ പരിശീലന പരിപാടി നടത്തപ്പെട്ടു. പാറശാല ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ യൗസേബിയസ് മെത്രാപ്പൊലീത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മതാധ്യാപനത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയവർക്ക് അഭിമന്യ പിതാവ് പൊന്നാട അണിയിക്കുകയും മെമന്റോ നൽകിയും ആദരിച്ചു. മേൽത്തോ 25 തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ MCYM കിളിമാനൂർ വൈദിക ജില്ലയുടെ ഈ വർഷത്തെ കർമ്മപദ്ധതി മേൽത്തോ 25 ജൂൺ 14-ന് പെരപ്പൻകോട് സെന്റ് ജോൺസ് മലങ്കര മെഡിക്കൽ വില്ലേജിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസന വികാരി ജനറൽ ഫാദർ തോമസ് കയ്യാലക്കൽ കർമ്മപദ്ധതി പ്രകാശനം ചെയ്തു. തുടർന്ന് ഫാദർ തോമസ് കയ്യാലക്കൽ MCYM ഭരണഘടനയെക്കുറിച്ചും ശ്രീ ജെഫിൻ സാം യുവജനങ്ങളുടെ ആത്മീയ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളെക്കുറിച്ച് ക്ലാസ് നയിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികളും സ്ത്രീകളും മറ്റുള്ളവരിൽ നിന്ന് നേരിടുന്ന പീഡനങ്ങളും അക്രമങ്ങളും സ്വയം പ്രതിരോധിക്കാനായി സെൽഫ് ഡിഫൻസ് ക്ലാസും നടത്തപ്പെട്ടു. ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. മാർത്താണ്ഡ ഭദ്രാസനത്തിലെ ഫാദർ യൂജിൻ വില്യംസ് റോമിലെ പോന്തിഫിക്കൻ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ദി എറേഴ്സ് ഇൻ ഡിസേർണിംഗ് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് അക്കോർഡിംഗ് ടു ദി ജൂറിസ്പ്രുഡൻസ് ഓഫ് ദി സുപ്രീം ട്രിബ്യൂണൽ ഓഫ് ദി അപ്പസ്തോലിക് സിഗ്നേച്ചർ എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ 72ാം ഓർമ്മ പെരുന്നാൾ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുണ്യപിതാവായ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ 72ാം ഓർമ്മ പെരുന്നാളും മെത്രാഭിഷേക ശതാബ്ദിയും 2025 ജൂൺ 15-ന് ആഘോഷിക്കുന്നു. ഓർമ്മ പെരുന്നാളിനൊരുക്കമായി ജൂലൈ 1 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കിയെപാർക്കിയൽ കത്തീഡ്രലിൽ സ്ഥിതി ചെയ്യുന്ന ഖബർ ചാപ്പലിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വിവിധ പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. ജൂലൈ 1 മുതൽ 14 വരെ വൈകിട്ട് 5 മണി മുതലും ജൂലൈ 15-ന് രാവിലെ 8 മണി മുതലും മലങ്കര കാത്തലിക് TV യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.